കുരുമുളക് രസം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഈ കുരുമുളക് രസമാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ചോറിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രസമാണ്. മാത്രമല്ല ചുമ, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ രസം കുടിക്കുന്നത് വളരെ ആശ്വാസകരമായിരിക്കും. അപ്പോൾ ആരോഗ്യകരമായതും സ്വാദിഷ്ടമായതുമായ ഈ ഒരു രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കായി ഇന്നത് പരിചയപ്പെടുത്തുന്നു ആനന്ദ്. പെപ്പർ രസം തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: വെള്ളം, 2 സ്പൂൺ നെയ്യ്, 2 സ്പൂൺ കുരുമുളക്, 1 കപ്പ് ചിരകിയ തേങ്ങ, 2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 ഉണക്കമുളക്, ഉപ്പ്, 8-10 കറിവേപ്പില, 1/2 സ്പൂൺ കടുക്, കായം. ഇത് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിൽ നെയ്യൊഴിച്ച് ചൂടാക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ കുരുമുളക് ചേർക്കുക. ഉഴുന്ന് പരിപ്പും ഇതിലേക്ക് ചേർക്കാം. ഇത് കുറച്ചു നേരം വഴറ്റണം. ഉഴുന്ന് സ്വർണ്ണ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇങ്ങനെ നല്ല സ്വർണ്ണ നിറമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റുക. ഇനി അതേ പാത്രത്തിൽ അല്പം കൂടെ നെയ്യ് ചേർക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അല്പം കായം ചേർക്കുക. ഇനി ഉണക്കമുളക് ഇതിലേക്ക് മുറിച്ചിടാം. അല്പം കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റുക. ഇനി ഒരു മിക്സി ജാറിൽ തേങ്ങ എടുക്കാം. ഇതിലേക്ക് വഴറ്റി വെച്ച കുരുമുളക് അടങ്ങിയിട്ടുള്ള കൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റ് കടുക് പൊട്ടിച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അല്പം വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇത് കുറച്ചു നേരം തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ കുരുമുളക് രസം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ചോറിന്റെ കൂടെ ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പൊ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.